നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആരാധനയുടെ അവിഭാജ്യ ഘടകമാണ് വാങ്ങിപ്പോവരെ ഓർക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. സഭ നമുക്കറിയാം, നമ്മൾ കാണപ്പെടുന്ന വശം മാത്രമല്ല സഭയ്ക്കുള്ളതെന്നറിയാം. നമ്മൾ കാണപ്പെടാത്ത അദൃശ്യമായ വലിയൊരു സമൂഹം സഭയ്ക്കുണ്ട്. അതാണ് സഭയുടെ ബലവും ശക്തിയുമെന്ന് നമുക്ക് അറിയാം. നമ്മുടെ ആരാധനയിൽ, നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ വാങ്ങിപ്പോവരെ ഓർക്കാതെയുള്ള ഒരു പ്രാർത്ഥനയുമില്ല. നമ്മുടെ രാത്രി പ്രാർത്ഥനയുടെ മൂന്നാം കൗമ വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ്. നമ്മുടെ പ്രഭാത നമസ്കാരം വരുമ്പോഴും അതിന്റെ മശിഹായുടെ റൂഷ്മ എന്ന് പറയുന്ന ആ ഒരു ചാൻസ് വാങ്ങിപ്പോവരെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ അത് കഴിഞ്ഞു വരുന്ന പാട്ടിൽ ആശ്വാസം എന്ന് പറയുന്ന ആ നിന്നാസ്തുതിയോടെ മുമ്പുള്ള ആ അവസാനത്തെ ചാൻസയും നമ്മുടെ വാങ്ങിപ്പോവരെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ഒരാത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് അത് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ അതിന് ഏതെല്ലാം വിധത്തിലുള്ള എതിർപ്പുകളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ വേദപുസ്തകത്തിൽ അതിന് സൂചനകളുണ്ട്. ഓയാറിൽ പതിയിരിക്കുന്ന അദൃശ്യ ശക്തികളെ കുറിച്ചൊക്കെ നമ്മുടെ ആരാധനയിൽ നിന്നും വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യൂദായുടെ പുസ്തകം ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. അതിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ചിത്രമുണ്ട്. മഹാപരിശുദ്ധനായ മോശ ദൈവത്തിൽ നിന്ന് കൽപ്പനകൾ നേരിട്ട് വാങ്ങിച്ചവനാണ്. ആ പർവ്വത്തിൽ 40 രാവും 40 പകലും ദൈവത്തോട് കൂടെ കഴിഞ്ഞവനാണ്. ആ മോശയുടെ ശരീരത്തിന് പോലും അവകാശം ഉന്നയിച്ചുകൊണ്ട് പിശാച് വരുന്നതായിട്ട് നമ്മൾ ആ വേദഭാഗത്ത് കാണുന്നുണ്ട്. യൂദായുടെ പുസ്തകം 9-ാം അധ്യായത്തില് 9-ാം വാക്യത്തില് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ മോശയെ സഹായിക്കുവാൻ തക്കവണ്ണം മീഖായേൽ മാലാഖ വരികയും സാത്താനോട് പോരാടുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അതാണ് വിശുദ്ധരായിട്ട് ജീവിക്കുന്നവരുടെ അനുഭവം എന്ന് പറയുന്നത്. അവർക്ക് ഈ ഓയാറിൽ പതിയിരിക്കുന്ന അദൃശ്യ ശക്തിയുടെ എതിർപ്പുകളൊക്കെ ഉണ്ട്. അവിടെ അവരെ സഹായിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥന ഉതകുകയും നമ്മുടെ പ്രാർത്ഥന മുഖാന്തരമായി തീരുകയും അവരെ സഹായിക്കുവാൻ തക്കവണ്ണം മാലാഖമാർ വന്നു ചേരുകയും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. നമ്മൾ ഇവിടെ തൈലം ഒഴിക്കുമ്പോൾ അതിനു മുമ്പ് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഇവന്റെ, സ്ത്രീയാണെങ്കിൽ ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന് മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളെന്നും ശത്രുവിന്റെ പാളയങ്ങളെന്നും ഇവൻ രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. തൈലം ഒഴിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു വലിയ പ്രാർത്ഥനയാണ്. അപ്പൊ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവന്റെ അല്ലെങ്കിൽ ഇവളുടെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളെന്നും ശത്രുവിന്റെ പാളയങ്ങളെന്നും രക്ഷിക്കപ്പെടണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, സഭയെ സംബന്ധിച്ച് സഭയുടെ ഓരോ അംഗത്തോടും സഭയ്ക്ക് കടപ്പാടുണ്ട്. പരിശുദ്ധ മാമോദീസ കുദാശയിലൂടെ സഭയിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവന്റെ അനുഭവത്തിൽ ആയിത്തീരണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. ഈ മാമോദീസ വെള്ളത്തിൽ മുക്കിയിട്ടുള്ളൊരു ഒരു പ്രാർത്ഥനയുണ്ട്. കൊടുത്തു കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്ന് ജനിച്ച ഈ തങ്കക്കുഞ്ഞാടിനെ സഭയെ നീ സ്വീകരിക്കണമേ എന്നുള്ള മനോഹരമായ ഒരു ഗാനമുണ്ട്. ഞാൻ എന്റെ അർത്ഥം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മാമോദീസായുടെ വെള്ളത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ജനിച്ച ഈ തങ്കക്കുഞ്ഞാടിനെ, ആ ജനിച്ച കുഞ്ഞ് തങ്കക്കുഞ്ഞാടാണ്, ഈ തങ്കക്കുഞ്ഞാടിനെ സഭയെ നീ ഏൽക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ തങ്കക്കുഞ്ഞാടിനെ സഭ ഏൽക്കുകയാണ്. ആ തങ്കക്കുഞ്ഞാട് നിത്യയിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണമുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ക്രമീകരണങ്ങളും ഈ പരിശുദ്ധ സഭയിൽ ഉണ്ട്.
ഈ പരിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ച്, അതിന്റെ ആ സംവിധാനം അനുസരിച്ച് ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളും വിശുദ്ധരായിരിക്കും, പരിശുദ്ധരായിരിക്കും. അവര് സ്വർഗത്തിൽ കാണപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളത് അടിവരയിട്ട് പറയുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സഭയുടെ ക്രമീകരണം അനുസരിച്ച്, ആ സംവിധാനം അനുസരിച്ച് വളരെ നന്നായിട്ട് ജീവിക്കുമ്പോൾ, ജീവിതം നയിക്കുമ്പോൾ ഒരു തർക്കവും വേണ്ട. അവര് കർത്താവിനോടൊപ്പം കാണും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ വിശ്വാസമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കിവിടെ ഉപസംഹരിക്കുകയാണ്. നമ്മൾ അടക്കി കഴിയുമ്പോഴും ഈ മരിച്ചവര് നമ്മളോട് പറയുന്നതായ സങ്കല്പത്തിൽ നമ്മൾ പാടുന്ന ഒരു പാട്ടുണ്ട്. ഈ പാട്ട് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കുവാനായിട്ട് സാധ്യതയില്ല. കാരണം ആ ഭാഗം വരുമ്പോൾ ഒന്നിടവിട്ടുള്ള സ്റ്റാൻസയാണ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് നിങ്ങൾ കേൾക്കുവാനായിട്ട് സാധ്യതയില്ല. പക്ഷെ വളരെ ശ്രദ്ധേയമായ, വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. ആ മരിച്ചവൾ പറയുന്നതായിട്ട് ഇങ്ങനെയാണ്: ശുഭമൊടു പോവിൻ, വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. ഇങ്ങനെയാണ് പ്രാർത്ഥന. ശുഭമൊടു പോവിൻ, വാതിലടച്ചിടുവിൻ, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. നമ്മുടെ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ എല്ലാം നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ്. അവരുടെ പ്രത്യാശതയാണ്. നിങ്ങള് വിഷമിക്കാതെ, നിങ്ങള് സങ്കടപ്പെടാതെ, നിങ്ങള് ശുഭമോട് പോവിൻ, വാതിലെല്ലാം അടച്ചിടുവിൻ എന്നിട്ട് പറയുകയാണ്, കർത്താവ് വരും, വാതിൽ തുറന്നു തരും. അതാണ് പ്രത്യാശ. കർത്താവ് വരും, വാതിൽ തുറന്നു തരും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രത്യാശ അതാണ്. പിന്നെ അടുത്ത് വേറെ ഭാഗമുണ്ട്: ക്രോപകളാർക്കും ശ്രാപ്പികൾ കുഴലൂതും, പർദീസാതൻ അവകാശി വരിക. പർദീസായുടെ അവകാശികളാണ് നമ്മള്. അപ്പോൾ അവിടെ കേൾക്കുന്ന ശബ്ദമാണ്: ക്രോപകളൊക്കെ ആർക്കും, ശ്രാപ്പികൾ കുഴലൂതും, പർദീസാതൻ അവകാശി വരിക എന്ന മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. ശ്രാപ്പികള് ആർക്കുമ്പോൾ, ക്രോപകൾ ആർക്കുമ്പോൾ, ശ്രാപ്പികൾക്കുടലോതുമ്പോൾ, പർദീസായുടെ അവകാശിയെ വരിക എന്ന് പറയുന്ന ആ ശബ്ദത്തിന് നമ്മൾ യോഗ്യനായി തീരട്ടെ. അതുപോലെ വിശുദ്ധ വേദവാസത്തിൽ പറയുന്നത് പോലെ, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ഒരുക്കപ്പെട്ട രാജ്യമെന്ന് അനുഭവപ്പെടുമെന്ന് പറയുന്ന ആ ശബ്ദം കേൾക്കുവാനായിട്ട് നമുക്കും നമ്മുടെ വാങ്ങിപ്പോയവർക്കും മശിഹാ തമ്പുരാൻ കർത്താവ് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.